ഫുഡ് എങ്ങനെയും ഉണ്ടാക്കാം. എന്നാൽ ഈ പാത്രം കഴുകുന്ന കാര്യം ഓർക്കുമ്പോഴാണ് എന്നെപ്പോലെ ഈ പാത്രം കഴുകാൻ മടിയുള്ളവരുണ്ട്. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഒരൊറ്റ പാൻ മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ പണി സാധനങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലവറയിലെ നായകനെ എടുത്തടുപ്പത്തും വെച്ച് മൂട്ടിൽ തീയും കത്തിച്ച് 2 ടീസ്പൂൺ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ചുവന്ന് തൊടുത്തിരിക്കുന്ന 2 തക്കാളിക്കുട്ടന്മാരെ ഒരു ദാക്ഷിണ്യമില്ലാതെ 2ആയി മുറിച്ച് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രൂരത കൊടും ക്രൂരത. പാവങ്ങൾ തനിച്ചാവണ്ട. 4 വെളുത്തുള്ളിയും കൂടെ കൂട്ടിനിട്ട് കൊടുത്തേക്കാം. ഇനി പാൻ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മൂടി തുറന്ന് തിരിച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഹാഫ് ഗ്രിൽഡ് ആയിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരിക്കും. ഇനി തക്കാളിയുടെ തൊലി ഇതേപോലെ പീല് ചെയ്ത് മാറ്റി തക്കാളിയും വെളുത്തുള്ളി ഒരു സ്പൂൺ വെച്ച് അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ച് നന്നായി ഉടച്ചെടുത്ത് ഇനി ഇതിലേക്ക് കുനുകുനാന്നരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ വെളിച്ചെണ്ണ, ഇനി 1 സ്പൂൺ വിനാഗിരി, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രുചി അറിയണമെങ്കിൽ എന്തായാലും ഇതുണ്ടാക്കി നോക്കുക തന്നെ വേണം. എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.